അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രധാന പങ്ക്. കുമളിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷാണ് ഈ കക്ഷി. ഷീബ സുരേഷ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളുടെ ചുമതല കോൺഗ്രസ് നേതാവായ ഷീബ സുരേഷിനാണ്. സംഘടനയുടെ ചെയർപേഴ്സണാണ് ഷീബ സുരേഷ്. ഷീബ സുരേഷിന്റെയും അനന്തകൃഷ്ണന്റെയും കൂടുതൽ ശബ്ദരേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കേൾക്കാം. എല്ലാ കോർഡിനേറ്റർമാർക്കും നമസ്കാരം. നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന മഹത്തരമായ പ്രസ്ഥാനം അത് തുടങ്ങി വെച്ചിട്ടുള്ള പ്രോജക്റ്റ് അത് അനന്തകൃഷ്ണൻ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല. ആ സ്ഥാപനം നാളിതുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ടേൺ ഓവർ ഇങ്ങെടുത്ത് ആ ഒരു വലിയ സംഖ്യയെ പെരുപ്പിച്ച് കാണിച്ച് അത്രയും വലിയ പണത്തിന്റെ തട്ടിപ്പ് നടന്നു എന്ന വ്യാജ വാർത്ത കൊടുത്ത് അതിനെ ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിനെ കൃത്യമായിട്ട് നിയമപരമായി തന്നെ നേരിടുവാനുള്ള സമീപനമാണ് NGOs കോൺഫെഡറേഷനും കൺസൾട്ടിംഗ് ഏജൻസിയും സ്വീകരിക്കുവാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ അപേക്ഷകർ പലരും ആശങ്കപ്പെടുവാനും അവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുവാനും ഉള്ള ഒരു ഇടയുണ്ട്. അവരോട് കൃത്യമായി കോർഡിനേറ്റർമാർ കാര്യങ്ങൾ സംസാരിക്കണം. ഈ സമയത്ത് വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വരണം. അതാത് സീഡിൻ്റെ കാര്യങ്ങളിൽ കോർഡിനേറ്റർമാർ കൃത്യമായി ഇത് ചെയ്യണം. ഓഫീസ് തുറന്ന് പ്രവർത്തിക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ ആർക്കെങ്കിലും ഏതെങ്കിലും ഗുണഭോക്തൃ വിഹിതം തിരികെ വേണ്ടതുണ്ടെങ്കിൽ ക്യാൻസലേഷൻ ഫോം മേടിക്കുകയും ഒരു 3 പ്രവൃത്തി ദിനത്തിനപ്പുറം അത് തിരികെ കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണത്തിലേക്ക് നമുക്ക് നീങ്ങുകയും ചെയ്യണം. ഞാൻ എറണാകുളം ഓഫീസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഇത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ആണെങ്കിൽ തീർച്ചയായും അതിനെ നേരിട്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനന്തുവിന് ജാമ്യം കിട്ടി അനന്തു വെളിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നിരവധി കാര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനം ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാഷും കൊണ്ട് അനന്തു പോയിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ അനന്തു പോയി എന്നോ അല്ലെന്നും നമുക്കറിയാം. ഡിലേ ആണ് വന്നിരിക്കുന്നത്. സാധനം കൊടുക്കുവാനുള്ള ഡിലേ വന്നു. രൂക്ഷമായിട്ടുള്ള മെസ്സേജുകൾ എനിക്കും അല്ലെങ്കിൽ കൃഷ്ണേന്ദുവിന് വരുന്നതും എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട് എല്ലാ കോർഡിനേറ്റേഴ്സും പറയുന്നത്. പക്ഷേ അനന്തു മൂവാറ്റുപുഴ സ്റ്റേഷനിലിരുന്ന് നമുക്ക് തന്ന ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അനന്തുവിനെ ഇറക്കുവാൻ വേണ്ടി പല രീതിയിലും ജാമ്യം കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അനന്തുവിന് ജാമ്യം കിട്ടി അനന്തു വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അനന്തു നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആരും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ പിന്നെയുള്ള ബോർഡ് മെമ്പർമാർ മൗനം പാലിച്ചിരിക്കുന്നതുമല്ല. ഇതിൻ്റെ അടുത്ത ഘട്ടം ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അതിരൂക്ഷമാണെന്നും കൃത്യമായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമോ? കോർഡിനേറ്റർമാർക്ക് നമസ്കാരം. നമ്മളുടെ പ്രോജക്റ്റുകൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കൊടുത്തു തീരേണ്ടതായിട്ടുള്ള പ്രോജക്റ്റ് വോളിയം വളരെ വലുതാണ് എന്നതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക സമാഹരണം നിലവിലിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുകളുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തങ്ങ് പോകുന്നു എന്നതൊഴിച്ചാൽ ശാശ്വതമായ പരിഹാരം ഇതിനകത്ത് എന്താണോ ഇതിൻ്റെ ഭാരവാഹികളായിട്ട് ഇരുന്ന ആളുകൾ അവരിടയ്ക്ക് വെച്ച് പാലം വലിച്ചു പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയ CSR ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ തിരികെ പിടിക്കുന്നതിന് അതിൻ്റെതായ വൃത്തിയായ പണികൾ എടുക്കേണ്ടതുണ്ട്. എനിക്ക് ഓടാതെ നിങ്ങളുടെ കംപ്ലീറ്റ് കോളുകൾ എടുക്കുന്ന ഒരു കസ്റ്റമർ കെയർ സെൻ്റർ ആയിട്ടോ മുഴുവൻ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോഴുള്ള അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇരിക്കുവാൻ നിലവിൽ കഴിയില്ല. അത് കോർഡിനേറ്റേഴ്സ് മനസ്സിലാക്കുക. ഒന്ന് കണ്ടിന്യൂസ് ആയ റെഗുലർ ആയിട്ടുള്ള മീറ്റിങ്ങുകളാണ്. മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എപ്പോഴും മീറ്റിങ്ങിലാണെന്ന് പരാതി പറയുന്ന ചില ആളുകളുണ്ട്. സാർ എപ്പോഴും ചില മീറ്റിങ്ങുകളിൽ ആകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ. ഞാൻ എറണാകുളത്തുണ്ടോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം യാത്ര പുറപ്പെടുക. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എറണാകുളം ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യേണ്ട കാര്യത്തിൽ ഞാൻ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാനവിടെ ഇല്ല എന്ന ഇൻഫർമേഷൻ ഞാൻ തന്നിട്ടും നിങ്ങൾ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ഞാൻ കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലൂടെ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ്. അതിലും ചില ആളുകൾ വ്യാജ പ്രചരണം കൊടുക്കുന്നുണ്ട്. അനന്ത് സാർ മുങ്ങി നടക്കുക, അനന്ത് സാർ നാട്ടിലില്ല, അനന്ത് സാർ ഒളിച്ചോടി. അനന്ത് സാർ എങ്ങും ഒളിച്ചോടിയിട്ടില്ല, ഇന്ത്യ വിട്ടിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ നടത്തുന്നുണ്ട്. പല വഴികൾ അടച്ചു കളയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മേൽപോട്ട് നീങ്ങുന്നത്. വരുന്നതിനും ഇത് ചെയ്യുന്നതിനും മുമ്പ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അനന്തകൃഷ്ണന്റെ ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രം 400 കോടി വന്നു എന്നാണ് പത്ര റിപ്പോർട്ട്. TV പ്രസാദ്, ഇത് ചെറുതല്ലാത്ത
തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരുന്നത്. വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു അനന്തകൃഷ്ണനെ എന്ന് മാത്രമല്ല, നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തിയ തട്ടിപ്പ് ശൃംഖല വിപുലീകരിച്ചു എന്നുള്ളതാണ്. 400 കോടിയിൽ ഇനി അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. തലയൊക്കെ മുട്ടയടിച്ച് രൂപമാറ്റം വരുത്തിയാണ് അടുത്തിടെ നടന്നത് ഈ പറയുന്ന അനന്തകൃഷ്ണൻ എന്നുള്ളതാണ്. അപ്പോഴാണ് തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും നിർണായകമായൊരു വിവരം നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ലാലി വിൻസെന്റ് മാത്രമല്ല, എൻ രാധാകൃഷ്ണൻ മാത്രമല്ല, ഈ അനന്തുവിന്റെ തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷീബ സുരേഷ് ഇപ്പോൾ നേരത്തെ എല്ലാ പ്രൊമോട്ടർമാരെയും ആശ്വസിപ്പിച്ച ഷീബ സുരേഷ് ഇന്ത്യ വിട്ടു എന്നാണോ വിവരം, ടി വി പ്രസാദ്? അങ്ങനെ തന്നെയാണ് വിവരം അരുൺ. അതായത് അനന്തകൃഷ്ണൻ ജയിലിലായി ദിവസം 2 കഴിഞ്ഞിട്ടും ഈ ഷീബ സുരേഷിൻ്റെ പേര് എവിടെയും പ്രതിപാദിച്ചു വന്നില്ല. അങ്ങനെയാണ് ഇവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ 7ലധികം ജില്ലകളുടെ ചുമതല വഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അതായത് ഇവരുടെ സംഘടനയുടെ ചെയർമാനാണ്. മിക്ക വേദികളിലും ഇവർ പ്രസംഗിക്കാറുണ്ട്, എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഇവർ ഓരോ ജില്ലയിലെയും പ്രൊമോട്ടർമാരെ വിളിച്ച് വിരട്ടുന്ന നിരവധി സംഭാഷണങ്ങളും നമ്മുടെ കയ്യിലുണ്ട് എന്നതാണ് അരുൺ. അതായത് ഓരോ സ്ഥലത്ത് ഈ 2 വീലറുകളായാലും ലാപ്ടോപ്പുകളായാലും അതെല്ലാം ചേർക്കുമ്പോൾ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടർമാരെ വിരട്ടുന്ന ഷീബ സുരേഷിനെയാണ് നമ്മൾ കാണുന്നത്. ഷീബ സുരേഷ് ഒരു കോൺഗ്രസ്സുകാരിയാണ്. അധികം മുമ്പല്ല, തൊട്ട് മുമ്പ് കുമളിയിലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ഈ ഷീബ സുരേഷ്. വിവാദം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരുപക്ഷെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വിദേശത്ത് മകളുടെ അടുത്തേക്ക് പോയി എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ജില്ലയിലെ പ്രൊമോട്ടർമാരെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവരോട് മോശമായി പെരുമാറുന്ന ഒരു ഷീബ സുരേഷിനെ കുറിച്ചാണ് പലരും സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ ഇടുക്കിയിൽ നിന്നുള്ള ഈ കോൺഗ്രസ് പ്രാദേശിക നേതാവായ ഷീബ സുരേഷിനും ഒരുപക്ഷെ ഈ പണത്തിൻ്റെ പങ്ക് വന്നിട്ടുണ്ടാകണം എന്ന് തന്നെയാണ്. അതായത് ഇത്രയേറെ 400-ലേറെ കോടി രൂപ ഒരു അക്കൗണ്ടിലേക്ക് മാത്രം വന്നു എന്ന കണ്ടെത്തലാണ് പോലീസിന് നിലവിലുള്ളത്. 3 കോടി രൂപ മാത്രമാണ് അക്കൗണ്ടിൽ ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഈ അനന്തകൃഷ്ണൻ പണം ആർക്കൊക്കെ കൊടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കാം ഒരുപക്ഷെ ഈ ഷീബ സുരേഷ് എന്നതാണ്. ഷീബ സുരേഷ് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. ഷീബ സുരേഷിനെ പോലെ അത്രയില്ലെങ്കിൽ പോലും നിരവധി സ്ത്രീകൾ വേറെയും അനന്തകൃഷ്ണന്റെ പിന്നാലെയായിട്ട് ഉണ്ട് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഷീബ സുരേഷിന്റെ പങ്ക് ഈ തട്ടിപ്പിൽ വളരെ വ്യക്തമാണ്. അവരാണ് പ്രധാനമായും പ്രൊമോട്ടർമാരെ നിർബന്ധിപ്പിച്ച് ആളുകളെ പങ്കെടുക്കുന്ന പണി ചെയ്തത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടി വി പ്രസാദ്, കാര്യങ്ങൾ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് എന്നുള്ളത് പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കണം. ആദ്യം ചെറിയ തുകയ്ക്ക് പഠനോപകരണങ്ങൾ കൊടുക്കും. 1000 രൂപ അടച്ചാൽ 2000 രൂപയ്ക്ക് പഠനോപകരണം. ഓണക്കിറ്റ് കൊടുത്തു. 1500 അടച്ചാൽ 3000 രൂപയുടെ ഓണക്കിറ്റ്, അതും കിട്ടി. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഇനി തട്ടിപ്പ് അടുത്തതായി തുടങ്ങാൻ പോകുന്നത്. എന്നാൽ ലാപ്ടോപ്പ് തരാം, 10,000 തന്നാൽ 20,000 ലാപ്ടോപ്പ് അത് കൊടുക്കുന്നു. അതിനുശേഷം 60,000 തന്നാൽ 1,20,000 സ്കൂട്ടർ തരാം എന്നതാണ് മറ്റൊരു ഓഫർ. ഓഫറിൽ കുടുങ്ങി പ്രൊമോട്ടർമാരടക്കമുള്ള ആളുകളുടെ വാക്കുകളിൽ വിശ്വസിച്ച് MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണല്ലോ എന്ന് കരുതി പണം കൊടുത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. 1000 കോടി കടക്കും തട്ടിപ്പിന്റെ വ്യാപ്തി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. റിപ്പോർട്ടർ ടിവി ഇന്ന് പുറത്തുവിട്ട വിവരങ്ങളിൽ ഒരു ജെ പ്രമീളാദേവിയുണ്ട്. റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ട വാർത്തയിൽ ഒരു ഷീബയുണ്ട്, എൻ രാധാകൃഷ്ണനുണ്ട്, ലാലി വിൻസെന്റ് ഉണ്ട്. ഇവരെല്ലാവരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. എന്നാൽ അവരെങ്ങനെയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവൂ. അതേപോലെ ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കളും MLA-മാരും ഈ പരിപാടിയിൽ ഉദ്ഘാടകരായി എത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇനിയും പുറത്തു വരാൻ പേരുകളുണ്ട്. ഈ തട്ടിപ്പ് ഒരു ചെറിയ തട്ടിപ്പല്ല എന്നതിൻ്റെ കൂടുതൽ രേഖകളാണ് റിപ്പോർട്ടർ ടിവി പുറത്തുവിടുന്നത്.